പിന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വിഷയം നമുക്ക് ഇതാണ്. നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഏകദേശം ഒരു 6 മാസം മുതൽ ഒരു വർഷത്തിന്റെ ഇടയിൽ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വെബ്സൈറ്റിലും ബിസിനസ്സിലെ ഇപ്പൊ നസീർക്ക് പറഞ്ഞതുപോലെ തന്നെ ബിസിനസിന്റെ ഫണ്ടമെന്റൽസ് സെയിം തന്നെയാണ്. അതിലുള്ള ടെക്നിക്സും ട്രിക്സുകളും മാത്രമേ മാറിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് നസീർക്ക് ഇപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഒരു ഓൺലൈനിൽ കൂടി ഇപ്പോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എല്ലാ ബിസിനസ്സുകളും ഓൺലൈനിൽ വൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ബിസിനസ്സുകളും, ഷോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ ഫിഷ്, ഇറച്ചി, ഇതൊക്കെയും ഓൺലൈൻ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ കോൾ ചെയ്ത് വീട്ടിലേക്ക് വരുത്തുന്ന രീതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് വരുത്തുന്ന രീതി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ബിസിനസ് നമ്മൾ വന്നത് മുതലേ ഓൺലൈൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇപ്പൊ മാറിയിരിക്കുന്ന കുറെ കാര്യങ്ങൾ, അതായത് ബിസിനസ്സിൽ വന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ കുറെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ ഓൺലൈൻ ബിസിനസിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ പറയാറുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ നമുക്കറിയാം, ആംവേ എന്നുള്ള ഒരു കമ്പനി ഒരു 3 മാസം മുതൽ ഒരു വർഷത്തിന്റെ ഇടയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ആംവേ എന്നുള്ള മാറി ആംവേ 2.0യിലേക്ക് വന്നു ഒരു സമയത്ത്. അതിൻ്റെ ഉള്ള കുറച്ച് മാറ്റങ്ങൾ വന്നു. പിന്നീട് ഇപ്പൊ ഒരു 6 മാസം കൊണ്ട് ഒരു ആംവേ 3.0 എന്നുള്ളൊരു വേർഷനിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ഓരോ വേർഷനാണ് ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ, ചില സോഫ്റ്റ്വെയറുകൾ അവരുടെ അപ്ഡേഷൻ അനുസരിച്ച് അവരുടെ ആ വേർഷന്റെ നമ്പർ മാറും. 1.0 ഇപ്പൊ വിൻഡോസ് എന്നുള്ള ഒരു ഇത് എടുക്കുകയാണെങ്കിൽ, വിൻഡോസിന്റെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ, മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഡോസ്, അതൊരു വേർഷൻ ആയിരുന്നു. അതിനുശേഷം അത് മൈക്രോസോഫ്റ്റ് തന്നെ പിന്നെന്താക്കി വെച്ചാൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്നായി, വിൻഡോസ് 97 ആയി, വിൻഡോസ് 98 ആയി, വിൻഡോസ് 10 ആയി. അങ്ങനെ ഇങ്ങനെ മാറി മാറി ഇപ്പൊ ഇരിക്കുന്നത് വിൻഡോസ് 15 വരെ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേർഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സംഭവം എല്ലാം ഒന്ന് തന്നെയാണ്. അതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സുകളൊക്കെ കൂട്ടി കൊണ്ടുവരുമ്പോഴാണ് ഈ വേർഷൻ മാറുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും ആംവേ 3.0 എന്നുള്ളൊരു വേർഷനിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ ഓരോ ഫീച്ചേഴ്സുകളും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോഴാണ് ആംവേ ഇനിയും കൂടാം ഇവിടെ നിർത്തുന്നൊന്നുമില്ല, ഇനിയും കൂടും. അപ്പൊ 4.0 5.0 എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ആംവേന്റെ വെബ്സൈറ്റ് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. www.amway.in എന്നാണ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വരുന്നത്. അത് ഓരോ രാജ്യത്തിലും അതിൻ്റെതായിട്ടുള്ള കൺട്രിക്ക് അനുസരിച്ച് ഇന്ത്യ എന്നുള്ളിടത്തിൽ UK എന്നും US എന്നും, ഗ്ലോബലി ആകുമ്പോൾ ആംവേ ഗ്ലോബൽ എന്നുള്ള ഒരു വെബ്സൈറ്റിലേക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആംവേന്റെ വെബ്സൈറ്റിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറയുന്ന സമയത്ത് കുറച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അതിന്റെ കീ ഫീച്ചേഴ്സ് പറയുന്നുണ്ടാവും. പിന്നീട് നമുക്ക് അതിന്റെ രജിസ്ട്രേഷന്റെ ഭാഗത്തേക്ക് പോകാം. അതിനുശേഷം ലോഗിൻ ചെയ്യുന്ന കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. പിന്നെ നമുക്ക് PC-യുടെയും നമ്മുടെ ADS-ന്റെയും മൈ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഭാഗം വരുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ടാകും. പിന്നെ ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ 2 രീതിയിലുള്ള ഓർഡർ ഉണ്ട്. സിംഗിൾ ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഗ്രൂപ്പായിട്ട് 2ഉം 3ഉം പേരുടെ ഒറ്റ ഓർഡർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു റിസോഴ്സ് ആൻഡ് ഡൗൺലോഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. കുറെ കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലീഫ്ലെറ്റുകളും അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഡൗൺലോഡ് എടുക്കാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ മൊബൈൽ ആപ്ലിക്കേഷനാണ് വരുന്നത്. മൊബൈൽ ആപ്ലിക്കേഷനും ഇത് സെയിം തന്നെയാണ്. ഈ ഒരു വിൻഡോസിന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത് സെയിം തന്നെയാണ്. പക്ഷേങ്കിൽ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് വരുന്നുള്ളൂ. കാരണം സെയിം തന്നെയാണ്, സംഗതികളൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ മൊബൈൽ ആപ്ലിക്കേഷന് വരുന്നുള്ളൂ. അപ്പോൾ കീ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ
ഇപ്പൊ ഉള്ള എല്ലാ രജിസ്ട്രേഷനും പേപ്പർലെസ് ആയിട്ട് രജിസ്ട്രേഷൻ ആയിരിക്കുകയാണ്. മുമ്പ് നമ്മള് പേപ്പറില് ഞാനൊക്കെ പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ടായിരുന്നു ജോയിൻ ചെയ്തത്. എല്ലാവർക്കും അറിയാം. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പേപ്പറിൽ കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ച് നമ്മൾ ഫോട്ടോ കോപ്പി എടുത്ത് സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളിപ്പോ അന്ന് അപ്പൊ പറയാറുണ്ടായിരുന്നു, നമുക്ക് രജിസ്ട്രേഷൻ ആകെ കോസ്റ്റ് വരുന്നത് ഒരു 5 രൂപയിൽ താഴെയായിരുന്നു വരുന്നുള്ളത്. ഒരു ഫോട്ടോ കോപ്പി എടുക്കാനുള്ള ചെലവ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാ കാര്യങ്ങളും പേപ്പർലെസ് രജിസ്ട്രേഷൻ ആയി. നമുക്ക് പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ഇതിലേക്ക് വന്നു. പിന്നെ നമുക്ക് സ്റ്റോക്ക് റിസർവിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് TNA ആവുകയാണെങ്കിൽ, അത് ടെമ്പറലി നോട്ട് അവൈലബിൾ ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ, ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ നമുക്ക് അത് വെയിറ്റ് ചെയ്ത് നിൽക്കും. നമുക്ക് വേണമെങ്കിൽ അത് ഓർഡർ ചെയ്യാം എന്നുള്ള രീതിയിൽ അത് വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് സ്മാർട്ട് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. സ്മാർട്ട് സെർച്ച് എഞ്ചിൻ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രോട്ടീൻ പൗഡർ, ഓൾ പ്ലാൻ പ്രോട്ടീൻ പൗഡർ എന്നുള്ള രീതിയിൽ നമുക്ക് അതിന്റെ SKU നമ്പർ, അതിന്റെ സീരിയൽ നമ്പർ നമുക്ക് അറിയില്ല. നമുക്ക് ഈ സാധനത്തിന്റെ പേര് മാത്രം അറിയാം. അല്ലെങ്കിൽ സാറ്റിൻ ക്യൂ എന്നുള്ള രീതിയിൽ ഒരു ബ്രാൻഡ് നെയിം മാത്രം നമുക്കറിയാം. വേറെ ഒന്നും അറിയില്ല. എങ്കിൽ നമുക്ക് അവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്. സെർച്ചിൽ പോയിട്ട് സാറ്റിൻ ക്യൂ എന്ന് അടിച്ചു കഴിഞ്ഞാൽ സാറ്റിൻ ക്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം പ്രൊഡക്റ്റ് ഉണ്ടോ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വന്ന് കാണിക്കുന്നത്. അതിൽ ഏതാണോ നമുക്ക് വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്രൊമോഷൻ ആൻഡ് ടോപ്പ് ഡീൽസ് എന്ന് പറയും. പ്രൊമോഷൻ അതായത് ഈ ഒരു കറണ്ട് മന്തിൽ എന്തൊക്കെ പ്രൊമോഷനാണ്, എന്തൊക്കെ ഓഫറുകളാണ് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് പ്രത്യേകമായിട്ട് കളർ ചെയ്തിട്ട് കാണിക്കുന്നുണ്ടാവും. പ്രൊമോഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പ്രൊമോഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള എന്തൊക്കെ പ്രൊമോഷൻസ് ആണ് എന്ന് അതിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടോപ്പ് ഡീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ അത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ടാവും. അത് കൂടുതലും ഉപകാരപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ കമ്പനിയായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ സാധനങ്ങളൊക്കെ നല്ല മൂവ്മെന്റ് ഉള്ള പ്രൊഡക്റ്റുകളാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊമോഷൻസുകൾ ഇവർ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു ഫീച്ചേഴ്സ് ആണ് ഡൈനാമിക് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നിട്ടില്ല, വരും, അടുത്തായിട്ട് വരുന്നുണ്ടാവും. ഡൈനാമിക് ഫുൾഫിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തരും അവരവർ വെബ്സൈറ്റ് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടാവുക ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അവിടെ അടുത്തായിട്ടുള്ള ഒരു വെയർഹൗസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ വെയർഹൗസിൽ നിന്നാണ് നമുക്ക് സാധനങ്ങൾ അയക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വെയർഹൗസിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സാധനം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും. ഇവിടെ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് കൊച്ചി വെയർഹൗസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒരു 10 സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു പ്രോഡക്റ്റ് അതിൽ വെയർഹൗസിൽ സ്റ്റോക്ക് ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വെയർഹൗസ് തമിഴ്നാട്, പിന്നെ ബാംഗ്ലൂർ, ഏതെങ്കിലും ഏതൊക്കെ വെയർഹൗസിലാണ് ഈ സാധനം കിടക്കുന്നുള്ളത്, സ്റ്റോക്ക് ഉള്ളത് അതവിടെ കാണിക്കും. നമുക്ക് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഓർഡർ പ്ലേസ് ആവും. നമുക്ക് ഈ കൊച്ചി വെയർഹൗസിലുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വരും. ഈ അടുത്ത നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ആ വെയർഹൗസിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് വേറെ തന്നെ അത് വേറെയും വരും. ഒറ്റ ഓർഡറിൽ ഓർഡർ ചെയ്യാൻ പറ്റും. പക്ഷെ പ്രോഡക്റ്റ് രണ്ടും രണ്ടായിട്ട് വരും. കൊച്ചിൻ വെയർഹൗസിലുള്ള സാധനങ്ങൾ ഒരു കൊറിയറിൽ വരും. നമ്മൾ വേറൊരു വെയർഹൗസിൽ നിന്ന് കണക്ട് ചെയ്ത സാധനം വേറൊരു കൊറിയർ ആയിട്ട് വരും. അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് ഡൈനാമിക് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. പിന്നെ അത് എൻഹാൻസ് മാനേജ് ബിസിനസ് സെഷൻ. നമുക്കറിയാം ബിസിനസ് സെഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബിസിനസിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ LOS, അതേപോലെ തന്നെ നമുക്ക് നമുക്കിപ്പോൾ എത്ര PV ആയി, എത്ര വരുമാനം കിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ എന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്.
അങ്ങനെയുള്ള കുറച്ച് കീ ഫീച്ചേഴ്സുകളാണ് ഇതിൽ ഉള്ളത്. ഇനി നമ്മൾ പോവുകയാണെങ്കിൽ രജിസ്ട്രേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ ഒരു ഓഗസ്റ്റ് മുതലാണെന്ന് തോന്നുന്നു ഒരു ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാൻ തന്നെയാണ്. അതിൽ ആദ്യം ഉണ്ടായിരുന്ന 2 രജിസ്ട്രേഷൻ രീതിയാണ്. ഒന്ന് PC, രണ്ടാമത്തത് ADR ആംബേ ഡയറക്റ്റ് റീസെല്ലേഴ്സ് എന്നുള്ളത്. പിന്നെ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത് ADS എന്നുള്ള രജിസ്ട്രേഷൻ അല്ല, അത് ADR രജിസ്ട്രേഷൻ ചെയ്തിട്ട് അതിലേക്ക് ADSലേക്ക് കൺവേർഷൻ ചെയ്യുന്ന രീതി. അത് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫേർഡ് കസ്റ്റമർ. നമുക്ക് നമ്മുടെ ഒരു ബിസിനസ് അസോസിയേറ്റ്സ് ആണെങ്കിൽ ADR ആണെങ്കിൽ, അതായത് ഡയറക്റ്റ് റീറ്റെയിലർ ആണെങ്കിൽ, അതായത് പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് വിൽപ്പന ചെയ്യാനുള്ള അധികാരമുണ്ട്. PC എന്ന് പറഞ്ഞാൽ പ്രിഫേർഡ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് ലോകോത്തര ഒരു ഗുണനിലവാരമുള്ള പ്രോഡക്റ്റുകൾ ഒരു നിശ്ചിത ഡിസ്കൗണ്ടിൽ വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള സൗകര്യം ഉള്ള ഒരു വ്യക്തിയാണ് PC എന്ന് പറയുന്നത്. അവർക്ക് കമ്പനി ഡയറക്റ്റ് അസോസിയേഷൻ ആയിരിക്കും, അവർക്ക് ഒരു ഡിസ്കൗണ്ടും അവർക്ക് കൊടുക്കുന്നുണ്ടാവും. അതാണ് PC എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് അവർക്ക് ബാങ്കിലേക്ക് പൈസ ഒന്നും വരില്ല. അവർക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് അവരെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അഡ്രസ്സ്, പിൻകോഡ് ഇതൊക്കെ കൊടുത്തിട്ട് ഒരു രജിസ്ട്രേഷൻ എടുക്കുക. ഈ ഒരു വാങ്ങിക്കുന്ന 100 രൂപയ്ക്ക് ഒരു പോയിന്റ് എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു ലോയൽറ്റി പോയിന്റ് അവർക്ക് കിട്ടുന്നുണ്ടാവും. ഈ ലോയൽറ്റി പോയിന്റ് അവർക്ക് റിഡീം ചെയ്ത് എടുക്കാൻ പറ്റും. ഒരു നിശ്ചിത സമയമാകുമ്പോൾ അത് റിഡീം ചെയ്തിട്ട് അടുത്ത പർച്ചേസിൽ അത് ഒന്ന് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ടോ അങ്ങനെ കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു സമയമാകുമ്പോൾ ആ PCക്ക് കമ്പനി തന്നെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകളായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടാവും. അതാണ് ലോയൽറ്റി പോയിന്റ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ADR ആണ്, ആംബേ ഡയറക്റ്റ് റീറ്റെയിലർ എന്ന് പറയുന്നത്. മുമ്പ് ആംബേ ഡയറക്റ്റ് റീറ്റെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടീം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇതിനൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം അതിലേക്ക് മാറ്റം വന്നിട്ടുള്ളത്, ചില ആൾക്കാർക്ക് ഉണ്ടാവും, ഞങ്ങൾക്ക് ആൾക്കാരോടൊന്നും പറയാനൊന്നും പറ്റില്ല, വേണമെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്തിട്ട് വിൽപ്പന നടത്തിയിട്ട് സെയിൽ നടത്താം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ആരോടും പറയാനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ. അവരോട് നമുക്ക് പറയാനുള്ള ഒരു ഓപ്ഷനാണ്, നിങ്ങൾ ADR എന്നുള്ള ഒരു ഓപ്ഷൻ സ്വീകരിച്ചോളൂ. നിങ്ങൾക്ക് എത്ര പ്രോഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാനും സെയിൽ ചെയ്യാനും ഒക്കെ പറ്റും. കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, ചില ആൾക്കാർ പറയാണ് എനിക്ക് ടീമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ആൾക്കാരൊക്കെ സംസാരിക്കാൻ പറ്റും, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ലിവറേജിങ് കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് അവർക്കത് ബോധ്യം, ഇത് നല്ലൊരു ആശയമാണെന്നുള്ള രീതിയിൽ ബോധ്യമാകുന്ന സമയത്ത് നമുക്ക് അവരോട് പറയാം, നിങ്ങൾ ADS എന്നുള്ള ഒരു ഇതിലേക്ക് വരണം, അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ADR ആയതിനു ശേഷം 7 ദിവസം മുതൽ 90 ദിവസത്തിന്റെ ഇടയിൽ മിനിമം പർച്ചേസ് 5000 രൂപയുടെ നടന്നിരിക്കണം. അത് ഒറ്റ ബില്ല് വേണമെന്നില്ല, എത്രയെങ്കിലും വെച്ചിട്ട് അത് PC-യിലൂടെയും സ്വന്തമായിട്ടും ഒരു 5000 രൂപയുടെ പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ അവർക്കൊരു എക്സാം ഉണ്ടാവും. KPMG എന്നുള്ള ഒരു മഹത്തായ ഒരു ഓർഗനൈസേഷൻ കണക്ട് ചെയ്തുകൊണ്ട്, ആംബേയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഓൺലൈൻ ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റ് ഉണ്ടാവും. അത് നടത്തിയതിനു ശേഷം ADS എന്നുള്ളൊരു ഇതിലേക്ക് സ്വമേധയാ മാറുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ 3 രീതിയിലെ രജിസ്ട്രേഷനാണ് നമുക്ക് വരുന്നത്. അപ്പോൾ PC രജിസ്ട്രേഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. amway.in എന്നുള്ള, നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ആംബേ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ amway.in എന്നുള്ള ലിങ്ക് കിട്ടും. അതിൽ വെബ്സൈറ്റ് ആണെങ്കിൽ റൈറ്റിൽ കോർണറിലായിട്ട് സൈൻ ഇൻ എന്നും രജിസ്ട്രേഷൻ എന്നും ഉണ്ടാവും. ഇതേപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ അകത്താണെങ്കിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. നേരെ വെബ്സൈറ്റിലേക്കാണ് രജിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ എടുക്കുന്ന സമയത്ത് പോവുക. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇത് വരും, ഒരു വെൽക്കം സ്ക്രീന് വരുന്നുണ്ടാവും.
അതിൽ രണ്ട് ഏതാണ് രജിസ്ട്രേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് ബിക്കം എൻ ആംവേ ഡയറക്ട് റീറ്റെയിലർ ആണെങ്കിൽ അതുണ്ട്, അല്ലെങ്കിൽ ബിക്കം എൻ ആംവേ കസ്റ്റമർ എന്നുള്ളതാണെങ്കിൽ അതുണ്ട്. ഇവിടെ നമ്മൾ കസ്റ്റമർ PC ആണ് രജിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത്. കസ്റ്റമർ രജിസ്ട്രേഷൻ എന്നുള്ള എടുക്കുക. ഇവിടെ ഒരു രണ്ട് രജിസ്ട്രേഷൻ പ്രോഗ്രസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് അവരുടെ അബൌട്ട് യു എന്നുള്ള രീതിയിൽ അവരെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇതുള്ളതാണ് ഇതിൽ വരുന്നത്. അതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ആംവേയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 18 വയസ്സ് തികഞ്ഞ ഒരാളായിരിക്കണം. അവർക്ക് ഈ ഒരു ഇതിലേക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇൻ കേസ് നമുക്ക് അറിയാവുന്നതാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ എന്തായി പോകും, തെറ്റ് പറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഓൾറെഡി നോ ആൻഡ് ആം എ ഡയറക്ട് സെല്ലേഴ്സ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഈ ഒരു സ്പോൺസർ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു പ്രിഫേർഡ് കസ്റ്റമറെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരാളെ നിങ്ങൾക്ക് അറിയാവോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാനിപ്പോ രജിസ്ട്രേഷൻ എടുക്കുകയാണ്, PC ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു കണക്ട് ചെയ്ത് തന്ന ആളെ പരിചയം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പറഞ്ഞ വ്യക്തിയുടെ ABO നമ്പർ ADS നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാനുണ്ടാവും. ഇനി അതല്ല ഇത് താഴത്തുള്ള ആൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഏരിയയിലുള്ള പിൻകോഡ് വൈസിൽ ആ ഏരിയയിലുള്ള ഒരു ഉയർന്ന ലെവലിലുള്ള ഒരു പ്ലാറ്റിനം ലെവലിലുള്ള ഒരാളുടെ കീഴിലേക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടാവും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യമായിട്ട് ഒരാളെ രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു നല്ലൊരു കാര്യം. അല്ലെങ്കിൽ അവരെ മുന്നിൽ നിന്നുകൊണ്ട് അവരെ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും അത് അറിഞ്ഞോളണമെന്നില്ല, അറിയാവുന്നവരും ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മളെ ഇത് ചോദിക്കും, ABO നമ്പർ ചോദിക്കും. നമ്മൾ ABO നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴത്തെ ഒരു ഇത് സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏതാണ് ABO എന്നുള്ള രീതിയിൽ എന്ത് വരും, ഇവിടെ മേലെ 18 വയസ്സ് സെലക്ട് ചെയ്തുകൊണ്ടാണ്. ആളുടെ പേര് വരും, സ്പോൺസർ ആരാണോ ആളുടെ പേര് വരും, കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ അവരുടെ ഡീറ്റെയിൽസുകൾ കൊടുക്കുക. ഈ സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുള്ള ഡീറ്റെയിൽസുകൾ കമ്പൽസറി ആയിട്ട് കൊടുത്തിരിക്കണം. മറ്റുള്ളതിൽ കൊടുക്കലാണ് നല്ലത്. ഇൻ കേസ് കൊടുത്തിട്ടില്ലെങ്കിലും വിഷയമൊന്നുമില്ല, അങ്ങനെ കൊടുക്കുക. അവരെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ തന്നെ ഇമെയിൽ ID, അതേപോലെ തന്നെ മൊബൈൽ നമ്പർ. ഇതൊരു കാരണവശാലും തെറ്റാൻ പാടില്ല. തെറ്റിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമെയിൽ ID തെറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ നമ്മളത് കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിക്കേണ്ടി വരും. കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുക ആദ്യം ഈ ഒരു പ്രിഫേർഡ് കസ്റ്റമറെ കോൺഫറൻസ് കോളിലേക്ക് കണക്ട് ചെയ്ത് തരാൻ പറയും. കാരണം ഇതൊരു സെക്യൂരിറ്റി റീസൺ ആണ്. ഒരാളുടെയും ഇമെയിൽ IDയും പാസ്വേഡും വെച്ചിട്ട് ഒരാളുടെയും ഒരു അക്കൗണ്ടും, അത് ആംബേ എന്നുള്ളതല്ല, മറ്റുള്ള ഒരു അക്കൗണ്ടും ഒരാൾക്ക് മാറ്റാനുള്ള അധികാരമില്ല. അത് കമ്പനിക്ക് പോലും അധികാരമില്ല. ആ വ്യക്തിക്ക് സമ്മതപ്രകാരം മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അവരത് ചോദിക്കും, കോൺഫറൻസ് കോളിൽ വിടണം. എന്നിട്ട് അവരോട് സമ്മതം ചോദിച്ചു, ജസ്റ്റ് ഒന്നുമില്ല, അവരോട് ചോദിക്കും ഇങ്ങനെ മാറ്റാൻ സമ്മതമാണോ എന്ന് ചോദിക്കും മാത്രം. അത്രേ ഉള്ളൂ. ആ ഒരു ഇട വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഇമെയിൽ ID കറക്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ അടിക്കുക. ചില സമയത്ത് എന്തെങ്കിലും ഡോട്ടൊക്കെ ഉണ്ടാവും. ചില മെയിൽ IDന്റെ നടുവിൽ ഡോട്ട്, ഹൈഫൺ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരോട് ഒന്നുകൂടി കൺഫേം ചെയ്യാം. നമുക്ക് ഇപ്പം മെസ്സേജ് ആയിട്ട് അയച്ചു തരുന്നതാണെങ്കിൽ അല്ലെങ്കിൽ എഴുതി തന്നതാണെങ്കിൽ എഴുതുമ്പോൾ ഒക്കെ നമ്മൾ ഒരു ഡോട്ടൊക്കെ ഇട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഡോട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുക. അതേപോലെ തന്നെ ഈ ഇമെയിൽ ID അവർക്ക് തുറക്കാൻ പറ്റുന്ന ഇമെയിൽ ID ആണോ എന്നുള്ളത് നോക്കാം. ചിലപ്പോൾ അവർ ഇമെയിൽ ID അടിച്ചിട്ടുണ്ടാവും, അവർക്ക് പാസ്വേഡ് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇമെയിൽ ID ഒക്കെ റെഡിയാണെന്ന് പറയും, പക്ഷെ അവർക്ക് പാസ്വേഡ് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അവർ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ഇമെയിൽ ID പോരെ എന്നുള്ളതായിരിക്കും. പക്ഷെ അതിലാണ്
നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ലിങ്ക് വരുന്നതും വെൽക്കം മെസ്സേജ് വരുന്നതൊക്കെ അതിലേക്കായിരിക്കും. പിന്നെ ഇൻ കേസ് എപ്പോഴെങ്കിലും നമുക്ക് പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ട ഓപ്ഷനും അതിലേക്കാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പാസ്വേഡ് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് എപ്പോഴും 2-3 തവണ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. തെറ്റിയാലും നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ നമ്മൾ അതിലേക്ക് പോകുന്നതിന് നല്ലത് ഇതൊക്കെ ചെയ്തിട്ട് കറക്റ്റ് വയൽ കൂടി ചെയ്യലാണ് നല്ലത്. പിന്നെ സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഒരു നമ്പർ വരും, ഒരു രജിസ്ട്രേഷൻ അഗ്രിമെന്റിന്റെ ഒരു PDF വരും. വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാം. ഇതാണ് നിങ്ങളെ അഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കാം. അതാണ് PC രജിസ്ട്രേഷൻ. ഇനി രണ്ടാമത് നോക്കുകയാണെങ്കിൽ ADR രജിസ്ട്രേഷൻ ഞാനൊരു വീഡിയോ വെച്ചിട്ട് ചെയ്ത് കാണിച്ചു തരാം. കാരണം അതിലൊരു ഓറിയന്റേഷൻ വീഡിയോ ഉണ്ടല്ലോ, അതിപ്പോ പ്ലേ ആയി കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു സമയം എടുക്കും. അപ്പോൾ ഒരു വീഡിയോ വെച്ചിട്ട് ഞാൻ ചെയ്തു തരാം. നമ്മൾ ഗൂഗിളിൽ പോകുന്നു, ആംബാൻ്റെ സൈറ്റിൽ എടുക്കുന്നു. ആംബാൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു രജിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ വരുന്നുണ്ടാകും. ഇവിടെ ഞാൻ പറയുന്നത് പോലെ എത്തണമെന്നില്ല, വീഡിയോ ആണ്, വീഡിയോ അനുസരിച്ച് നോക്കുക. അവിടെ നേരത്തെ പറഞ്ഞത് PC രജിസ്ട്രേഷൻ ആണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ ലെഫ്റ്റിൽ കാണുന്നതാണ് നമുക്കൊരു ആംബേ ഡയറക്റ്റ് റീറ്റെയിലർ എന്നുള്ള രജിസ്ട്രേഷൻ വരുന്നത്. അതിൽ ഈ രജിസ്ട്രേഷൻ ടു ADR എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലെഫ്റ്റ് കാണാം പ്രോഗ്രസ് ബാർ. ഇവിടെ ഒരു 5ഓളം പ്രോഗ്രസ് ബാർ ഉണ്ട്. അത് ഓരോ പ്രോഗ്രസ് ബാറും നമ്മൾ നെക്സ്റ്റ് പോകുന്നതോടു കൂടിയാണ് നമുക്ക് ആ രജിസ്ട്രേഷൻ വരുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ 2 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന് ഏജ് തെളിയിക്കുന്നതും, മറ്റൊന്ന് നിങ്ങൾ മുമ്പേ ഒരു ആംബെയർ റീറ്റെയിലർ ആയിരുന്നോ എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യനും. പുതുതായിട്ട് നമ്മൾ വരുന്നതാണെങ്കിൽ, അറിയാവുന്ന ഒരാളാണെങ്കിൽ സ്പോൺസർഷിപ്പ് അറിയാവുന്ന നമ്പർ അടിക്കുക. സ്പോൺസർഷിപ്പ് ആരുടെ ആണോ ആ നമ്പർ അടിക്കുക. ഇവിടെ സെക്യൂരിറ്റി ചെക്ക് എന്നുള്ള ആ ഒരു ടിക്ക് മാർക്ക് ഇടുക. അപ്പോൾ സ്പോൺസറുടെ പേരും കാര്യങ്ങളൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് താഴത്ത് വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്നുണ്ടാവും. അടുത്ത ഓപ്ഷനാണ് ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതൊരു വീഡിയോ ആണ്, ഒരു 10-15 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ ഏകദേശം കമ്പനിയുടെ പ്ലാനും കമ്പനിയെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. നമ്മളത് എന്തായാലും അത് മുഴുവനായിട്ട് കേൾക്കണം. ഒരു പുതുതായിട്ട് ഒരാൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അത് മുഴുവനായിട്ട് കേൾക്കണം. ഇനി അല്ലെങ്കിൽ നമ്മൾ തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ഈ ഒരു വീഡിയോന്റെ ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇതൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോന്റെ ലിങ്ക് അയച്ചു കൊടുക്കും, അപ്പോഴത്തേക്ക് ഒരു OTP വരും എന്നുള്ള രീതിയിലാണ് അവരെ കൊണ്ട് ഞാൻ ചെയ്യിക്കാറ്. ഇത് നിങ്ങൾ മുഴുവൻ കേട്ടോ, അപ്പോഴത്തേക്ക് OTP വരും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ താഴത്തൊരു ഇതുകൂടി ഒരു ടിക്ക് മാർക്ക് ഉണ്ടാവും, അത് അയച്ചു നെക്സ്റ്റ് അടിച്ചു. പിന്നെയാണ് നമ്മുടെ ഡീറ്റെയിൽസുകളൊക്കെ അടിച്ചു കൊടുക്കാനുള്ളത്. പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, മെയില് ഫീമെയിൽ സെലക്ട് ചെയ്യാനുണ്ടാവും. പാൻ കാർഡ് കൊടുക്കാനുണ്ടാവും. പാൻ കാർഡിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പാൻ കാർഡ് ഉള്ള ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും പാൻ കാർഡ് കൊടുക്കുക. ചിലവരേക്കും പാൻ കാർഡിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത്. പാൻ കാർഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സാമ്പത്തിക വർഷം 15,000 രൂപയുടെ മേലെ കമ്മീഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഓരോ മാസം നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ട് വരികയില്ല. അപ്പൊ 15,000 രൂപയുടെ മേലെ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ 20% ടാക്സ് ഡിഡക്ഷൻ ഉണ്ടാവും. നിലവിൽ 15,000 താഴെ ആണെങ്കിൽ 5% ഉണ്ടാവും. അപ്പൊ 15,000 മേലെ വരികയാണെങ്കിൽ 20% ടാക്സ് റിഡക്ഷൻ ഉണ്ടാവും. അതിലെടുക്കാൻ വേണ്ടിയാണ് പാൻ കാർഡ് വരുന്നത്. ഇപ്പൊ ആധാർ നമ്പർ അടിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. ആധാർ നമ്പർ അടിച്ചു കൊടുത്തു. ആധാർ നമ്പർ, ആധാറിന്റെ പിക്ചർ അത് JPG ആയിരിക്കണം, അല്ലെങ്കിൽ PDF ആയിരിക്കണം. അത് സെലക്ട് ചെയ്തു, അത് അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ബാങ്കിന്റെ IFSC കോഡ് അടിക്കുമ്പോൾ തന്നെ ബാങ്ക് നെയിം അവിടെ വരും. പിന്നെ അക്കൗണ്ട് നമ്പർ 2 പ്രാവശ്യം അടിക്കാനുണ്ടാവും. അതും തെറ്റിപ്പോവാത്ത വേണം അടിക്കാൻ. കാരണം ബാങ്ക് വെരിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ രജിസ്ട്രേഷൻ നടക്കും, പക്ഷെങ്കിൽ അടുത്ത മാസം ചെറിയ പൈസ വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ കറക്ഷൻ ചെയ്യേണ്ടത് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തത് തെറ്റായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ
തെറ്റി പോവാതെ കറക്റ്റ് അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് രണ്ടാമതും അഡ്രസ് പ്രൂഫിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ID പ്രൂഫും പിന്നെ അഡ്രസ് പ്രൂഫും. ഫസ്റ്റിൽ നമ്മൾ ID പ്രൂഫാണ് ആഡ് ചെയ്ത് കൊടുത്തത്. രണ്ടാമത് അഡ്രസ് പ്രൂഫ്. അതിപ്പോ ആധാർ ആണെങ്കിൽ ഫുൾ ആധാർ ആണെങ്കിൽ ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് അയച്ചു കൊടുക്കാം. ഇനി അതല്ല കട്ട് ചെയ്ത ഭാഗമാണെങ്കിൽ ഫ്രണ്ട് സൈഡ് ഫസ്റ്റിലും സെക്കൻഡ് സൈഡ് രണ്ടാമതുമാണ് നമ്മൾ കൊടുക്കുന്നത്. ആഡ് ചെയ്യുന്നു. അതൊരു വീഡിയോ ആണ്. അവര് ചെയ്ത മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അവര് ഡമ്മി ആയിട്ട് നമ്പർ അടിച്ചാണ്. അപ്പൊ അത് കയറുന്നില്ല. അതാണ് വിഷയം വന്നത്. നമ്പർ തെറ്റായത് കൊണ്ടാണ് അങ്ങനെ കയറാത്തത്. കണ്ടിന്യൂ കൊടുത്തു. പിന്നെ ഇമെയിൽ ID ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമെയിൽ ID കറക്റ്റ് കൊടുക്കുക. ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. കോപ്പി പേസ്റ്റ് ഒന്നും നടക്കൂല അവിടെ. അതുകൊണ്ട് ടൈപ്പ് ചെയ്തിട്ട് തന്നെ കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുമ്പോൾ അഡ്രസ് ആണെങ്കിലും ഇതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ മുമ്പേ ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ സ്റ്റോർ ആയിട്ട് ഇത് പോപ്പപ്പ് ചെയ്ത് വരും. താഴത്ത് സ്ക്രോൾ ചെയ്ത് വരും. നമ്മൾ എന്താ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് വരും. നമ്മൾ ഓട്ടോമാറ്റിക് അറിയാതെ അത് സെലക്ട് ആയി പോകും. അപ്പൊ അത് ശ്രദ്ധിക്കാം. അങ്ങനെ ചില മിസ്റ്റേക്ക് വരാറുണ്ട്. അഡ്രസ് ഒക്കെ അടിക്കുന്ന സമയത്ത് വില്യാപ്പള്ളിയിൽ നിന്ന് അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ വടകര അടിച്ചു പോകുന്ന ഒരു സംവിധാനം ചിലപ്പോൾ വരാം. അപ്പൊ മൊബൈൽ നമ്പർ തന്നെ ചിലപ്പോൾ അടിക്കുന്ന സമയത്ത് മുമ്പേ അടിച്ചു വെച്ച മൊബൈൽ നമ്പർ കയറി വരും. അപ്പൊ അത് സെലക്ട് ആയി പോകുന്ന ഒരു ഓപ്ഷൻ ഒരു മിസ്റ്റേക്ക് വരാറുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ നല്ലത് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇന്ന് ചെയ്യുക എന്നുള്ളതാണ്. പിൻകോഡ് പിന്നെ OTP ഫോണിലേക്ക് വരും. OTP അടിച്ചു കൊടുക്കുക. OTP അടിച്ചു കൊടുക്കാൻ ഒരു 5 മിനിറ്റ് സമയമൊക്കെ ഉണ്ടെങ്കിലും അന്നേരം തന്നെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. OTP അടിക്കുക, ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യുക, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അവരുടെ ABO നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ ഒരു മെസ്സേജ് ആയിട്ട് വരും. ആരുടെ സ്പോൺസർ ആണോ അവർക്ക് മെസ്സേജ് ആയിട്ട് വരും. ആരാണോ രജിസ്റ്റർ ചെയ്തത് അവരുടെ മെയിലിലേക്ക് വരും. മെയിലിലേക്ക് ഒരു ഇത് വരും. അതായത് 2 മെസ്സേജ് വരുന്നുണ്ടാവും. ഒരു വെൽക്കം മെസ്സേജ് വരുന്നുണ്ടാവും. രണ്ടാമത് സെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നുണ്ടാവും. അതിൽ അവരോട് പറയാം, അല്ലെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കുക. ഈ ഒരു മെയിൽ തുറന്നിട്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് സെറ്റ് പാസ്വേഡ് എന്നുള്ള ഒരു ബോക്സ് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആംവെന്റെ വെബ്സൈറ്റിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് പോകും. അവിടെ നേരെ ഒരു 2 തവണ പാസ്വേഡ് അടിച്ചു കൊടുക്കാനുണ്ടാവും. മേലെ ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ താഴത്ത് അടിച്ചു കൊടുക്കാനുണ്ടാവും. പാസ്വേഡ് എപ്പോഴും നമുക്ക് എന്നും ഓർമ്മിക്കാനും രീതിയിലുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം. 8 അക്ഷരങ്ങൾ വേണം. 8 അക്ഷരങ്ങളുടെ അകത്ത് അതിൽ സ്മോൾ ലെറ്റർ വേണം, ക്യാപിറ്റൽ ലെറ്റർ വേണം, നമ്പേഴ്സുകൾ വേണം. അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ആയിരിക്കും. അങ്ങനെ ഒരു പാസ്വേഡ് ഓർമ്മിക്കത്തക്കത്തിലുള്ള ഒരു പാസ്വേഡ് അടിക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് സെറ്റായി. ഇനി പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പാസ്വേഡിന്റെ ലിങ്ക് വന്നിട്ടില്ല എങ്കിലും അതിനുള്ളൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരെ സൈറ്റിലേക്ക് പോവാം. പ്രസന്റേഷൻ ഇവിടെ അത് മതി എന്ന് വിചാരിക്കുന്നു. ചോദ്യോത്തരങ്ങളാവാം അല്ലേ? ക്വസ്റ്റ്യൻ ആൻസർ ഒരു 2-3 സ്റ്റെപ്പ് കൂടി ഉണ്ട്. താങ്ക് യു. പർച്ചേസ് ചെയ്യുന്നതും അതേപോലെ തന്നെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷന്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. നമുക്കിവിടെ ലോഗിൻ ചെയ്യുന്നത് സൈൻ ഇൻ എന്നുള്ള എടുക്കുക. മൊബൈൽ ആണെങ്കിൽ സൈൻ ഇൻ ചെയ്യുന്ന രീതി 2019 ഡിസംബർ 6 മുന്നേ ഉള്ള ഒരു രജിസ്ട്രേഷൻ ആണെങ്കിൽ അവർ ഉപയോഗിക്കേണ്ടത് ആംവേ ID എന്നുള്ള
ഒരു ഓപ്ഷനാണ്. അതായത് ADR, ADS, ADR, PC എന്നുള്ള ഒരു ഓപ്ഷനാണ് അവർ സെലക്ട് ചെയ്യേണ്ടത്. 2019 ഡിസംബർ 6 ശേഷമുള്ള രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൻ്റെ മുന്നേ ഉള്ള രജിസ്ട്രേഷനാണ്. ഞാൻ ഇവിടെ ലോഗിൻ ചെയ്യാം. ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടാണ്. പാസ്വേഡ് അടിച്ചു കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. ഇനി അതല്ല പാസ്വേഡ് അറിയില്ലെങ്കിൽ താഴത്ത് ഫോർഗോട്ട് പാസ്വേഡ് ഉണ്ട്. ഫോർഗോട്ട് പാസ്വേഡ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴത്തെ ഒരു ക്രിയേറ്റ് ആൻ MV-ID എന്ന് പറയുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു രജിസ്ട്രേഷൻ നടന്നു, നമ്മൾ പാസ്വേഡ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഇതുവരെയായിട്ട് പാസ്വേഡ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, അവിടെ കിടക്കുമായിരുന്നു. ഒരു ദിവസം നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ലിങ്ക് ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല എങ്കിൽ ഇവിടെ ക്രിയേറ്റ് ID എന്നുള്ളൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, ABO നമ്പർ ഇതൊക്കെ അടിച്ചു കൊടുക്കുക. ഒരു പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണെങ്കിൽ, കൊടുത്ത ഡീറ്റെയിൽസ് ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ കറക്റ്റ് ആണെങ്കിൽ അപ്പോൾ തന്നെ പാസ്വേഡ് ക്രിയേറ്റ് ആയിട്ട് വരും. അതിനാണ് ഒരു ക്രിയേറ്റ് ID എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിലേക്ക് വരുന്നത് PC-യുടെ സമയം ഇല്ലല്ലോ. PC-യുടെ യാസ്രേ, ഈ സബ്ജക്ട് നല്ലതായതുകൊണ്ട് നോ പ്രോബ്ലം. 7 മണി വരെ ആവാം കേട്ടോ. ഇതിൽ അറിയാൻ കുറെ ആളുകൾക്ക് താല്പര്യമുണ്ട് ഈ വിഷയം. താങ്ക് യു. PC-യുടെ രജിസ്ട്രേഷൻ ആണെങ്കിൽ PC-ക്ക് ഇവിടെ ഒരു ഇത് വരുന്ന അവരെ മൈ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ PC-ൻ്റെ അകത്ത് ലോയൽറ്റി പോയിന്റ് കാണിക്കും. ഇവിടെ ലോയൽറ്റി പോയിന്റ് കാണിക്കില്ല. ഇവിടെ നമുക്ക് നമ്മുടെ അക്കൗണ്ട്സിലുള്ള ഡീറ്റെയിൽസ്, മൈ അക്കൗണ്ട്സിലെ ഡീറ്റെയിൽസുകൾ നമുക്ക് ഇവിടെ ആരാണ് നമ്മുടെ സ്പോൺസർ, അതേപോലെ തന്നെ നമ്മുടെ ഇതൊക്കെ ഇതിൽ കാണിക്കും, നമ്മുടെ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ പ്ലാറ്റിനം ആരൊക്കെയാണെന്ന്. പിന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്. പേഴ്സണൽ ഇൻഫർമേഷൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസുകൾ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ കൂടുതലായിട്ടൊന്നും മാറ്റാൻ പറ്റില്ല. ജസ്റ്റ് നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ FSSA രജിസ്ട്രേഷൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് അടിക്കാം. നോമിനി ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെയുള്ള ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ കോ അപ്ലിക്കൻ്റ് ആയിട്ട് നമ്മൾക്ക് ആരാണ് ഉള്ളത് നിലവിലില്ലെങ്കിൽ എന്താക്കുക, നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ മൈ അക്കൗണ്ടിൽ അതുപോലെ അഡ്രസ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അഡ്രസ്സ് ഒന്ന് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മേലെ കാണുന്നില്ല ഡെലിവറി ടു എന്നുള്ളതിൽ എൻ്റെ പിൻകോഡ് ശരിക്കും വില്യാപ്പള്ളിൻ്റെ പിൻകോഡ് 673-542 ആണ്. പക്ഷേ എൻ്റെ ഈ പിൻകോഡിൽ എനിക്ക് ഡെലിവറി ഇല്ല. അപ്പം ഞാൻ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് സാധനം ഇല്ല എന്ന് കാണിക്കും. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് DTDC കൊറിയർ അവൈലബിൾ ആയിട്ടുള്ളത് വടകര ടൗണിലാണ്. വടകരത്തെ ടൗണിലത്തെ പിൻകോഡാണ് 673-101. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ പിൻകോഡിൽ, നിങ്ങൾ നിലവിൽ കൊടുത്തിട്ടുള്ള പിൻകോഡിൽ നിങ്ങൾക്ക് ഡെലിവറി കിട്ടാനുള്ള ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ തൊട്ടടുത്ത ടൗണിൽ ഏത് ടൗണിലാണ് നിങ്ങൾക്ക് DTDC കൊറിയർ സർവീസ് ഉള്ളത്, ആ DTDC കൊറിയർ സർവീസ് ഉള്ള ആ ടൗണിലത്തെ പിൻകോഡ് വെച്ചിട്ട് ഒരു അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുക. പുതുതായിട്ടൊരു അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുക. അഡ്രസ്സിൽ നിങ്ങളെ സെയിം അഡ്രസ്സ് തന്നെ വെക്കുക. നിലവിൽ എന്താണോ അഡ്രസ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് സെയിം അഡ്രസ്സ് വെക്കുക. ജസ്റ്റ് ആ പിൻകോഡ് എന്നുള്ളിടത്തിൽ മാത്രം ആ ടൗണിലത്തെ പിൻകോഡ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് ഡിഫോൾട്ടായിട്ട് ആ ഒരു അഡ്രസ്സ് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഇത് അവൈലബിലിറ്റി ഇല്ലാത്ത വിഷയം വരില്ല. അതിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ടാവും. പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഒറ്റത്തവണ. അപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഇൻകേസ് എറർ വന്നു കഴിഞ്ഞാൽ അത് വെരിഫൈ ആവില്ല, അക്കൗണ്ട് വെരിഫൈ ആവില്ല. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നോക്കിയിട്ട് അവിടെ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് ഇതൊക്കെ ഇവിടെ കാണിക്കും. അതിൽ ഒരു തവണ മാറ്റാനുള്ള എഡിറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. വാലിഡ് ആണെങ്കിൽ, വെരിഫൈഡ് ആണെങ്കിൽ വാലിഡ് എന്ന് കാണിക്കും, അല്ലെങ്കിൽ നോട്ട് വെരിഫൈഡ് എന്ന് കാണിക്കും. ഓക്കെ, എൻ്റെ അക്കൗണ്ട് നമ്പർ നിങ്ങൾ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പൈസ അയച്ചു തന്നാൽ മതി.
പിന്നുള്ളത് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ സെറ്റിങ്സിൽ ചെറിയ ചെറിയ സെറ്റിങ്സിൽ മാറ്റം വരുത്തുക, അത് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ പ്രൊമോഷൻ, നേരത്തെ പറഞ്ഞ പ്രൊമോഷൻസ്, ഇവിടെ പ്രൊമോഷൻസ് ഉണ്ട്, അവിടെ ഓഫറുകൾ കാണിക്കും. പിന്നെ ബിസിനസ് ഇൻഫർമേഷൻ അതിലുണ്ട്. പിന്നുള്ളതാണ് മാനേജ് ബിസിനസ്. മാനേജ് ബിസിനസ് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് രജിസ്ട്രേഷൻ ഇതിവിടെ കാണിക്കുന്നത് ടോട്ടൽ രജിസ്ട്രേഷൻ കാണിക്കും. ഈ മാസം എത്ര ആളെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ള രീതിയിൽ കാണിക്കും. ഇവിടെ ടോട്ടൽ രജിസ്ട്രേഷൻ 2 എണ്ണം വന്നിട്ടുണ്ട്. ഒരു ADR-ഉം ഒരു PC രജിസ്ട്രേഷനും ഈ മാസം നടന്നിട്ടുണ്ട്, അതിവിടെ കാണിക്കും. ഒരു 20-30 ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നോക്കിയാൽ മതി, എൻ്റെ രജിസ്ട്രേഷൻ ഒരു 100 ആയി 200 ആയി എന്നിങ്ങനെ മനസ്സിൽ കണ്ടാവും. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ അതിന് തൊട്ട് മേലെ ഈ മാസം എത്ര, അത് കാണിക്കണ്ട, എത്ര PV വന്നു എന്നുള്ള രീതിയിലുള്ള ഇത് കാണിക്കും. അതേപോലെ തന്നെ ഇവിടെ പേഴ്സണൽ പോയിന്റ് എത്രയാണോ, ടീം പോയിന്റ് എത്രയാണോ, റൂബി വോളി എത്രയാണോ, ലീഡർഷിപ്പ്, ഇങ്ങനെയുള്ള ഇതൊക്കെ ഇവിടെ കാണിക്കും. പിന്നെ ഇതിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ മാസം എത്ര കമ്മീഷൻ നിങ്ങൾക്ക് അടുത്ത മാസം ബാങ്കിലേക്ക് വരും എന്ന് നമുക്ക് ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇവിടെ കോർ പ്ലസ് ഇൻസെന്റീവ് എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്, കോർ പ്ലസ് ഇൻസെന്റീവ്. അതിൽ പോയി കഴിഞ്ഞാൽ അടുത്തൊരു പേജിലേക്ക് പോകും. അതിൽ മൊത്തം കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഇത് വരുന്നുണ്ട്. കറണ്ട് മന്തിൽ ഇപ്പൊ ഒക്ടോബർ 20 ഇപ്പൊ നിലവിൽ നടന്നിട്ടുള്ള ബിസിനസിന്റെ മൊത്തം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൊത്തം പെർഫോമൻസ് ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ചെയ്തിരിക്കുന്നു. പേഴ്സണൽ PV ഇത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഡൗൺലൈനിലുള്ള PV ഇത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വരുന്ന കമ്മീഷനാണ് ഈ എമൗണ്ട്, ഇതുവരെയുള്ള എമൗണ്ട്. ഇനി ഇത് വന്നു, എത്ര ഇപ്പം ലെവൽ എത്രയാണ്, അടുത്ത ലെവലിലേക്ക് എത്ര ഇനി വേണം എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ കാണിക്കും. ഇവിടെ മൈ പെർഫോമൻസ് പോയി കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമർ സെയിൽസ് ഇൻസെന്റീവ് എന്ന് കാണിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണോ, നിങ്ങളെ കസ്റ്റമേഴ്സ് PC ആരൊക്കെയാണോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അവരെ പേര് ഇവിടെ കാണിക്കും. പേര് ഇവിടെ കാണിക്കും, എത്ര ആൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കും. അതിൽ എത്ര വോളിയം നിങ്ങൾക്ക് കിട്ടാനുണ്ടത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര കിട്ടും എന്നുള്ള രീതിയിൽ ഇവിടെ കാണിക്കും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോയിട്ട് മെനക്കെടാൻ നിൽക്കണ്ട, ഇവിടെ കാണിക്കും എത്ര കിട്ടും എന്നുള്ളത്. അതേപോലെ തന്നെ ഫൗണ്ടേഷൻ അതൊക്കെ എനിക്ക് അടുത്ത മാസമേ കിട്ടുള്ളൂ, ഈ മാസം അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ബ്രോൺസ് ഫൗണ്ടേഷന്റെ കാണിക്കും, പിന്നെ ബ്രോൺസ് ബിൽഡറുടെ കാണിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് കാണിക്കും. ബ്രോൺസ് ഫൗണ്ടേഷൻ ആവേണ്ടിക്കുണ്ടെങ്കിലുള്ള ക്രൈറ്റീരിയയും ഇവിടെ പറയുന്നുണ്ട്. 9% പെർഫോമൻസ് ബോണസ് ഉണ്ടായിരിക്കണം, 3 ലെഗിൽ 3%. ഇതാണ് ഇതിന്റെ ക്രൈറ്റീരിയ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് 1 ലെഗിൽ 3%, 2 ലെഗിൽ 3%, 3rd ലെഗിലും 3% ക്രൈറ്റീരിയ ഉണ്ടായിരിക്കണം. ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ BBIയുടേതും അതിൽ പറയുന്നുണ്ട്. അതൊക്കെയാണ് പറയുന്നത് ഏർണിങ്സ് എത്ര കിട്ടും എന്നുള്ളത്. ഇതിൽ പിന്നെ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു, അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് പിന്നെ ഇതില് ഞാൻ പറഞ്ഞു സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞതാണ് ഈ സെർച്ച് പ്രൊഡക്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന സാധനം. അതിൽ നമ്മൾ എന്താണോ അടിക്കുന്നത് അതിന് കണക്കായിട്ടുള്ള ലോഡ് ചെയ്ത് വരും. ഉണ്ടോ, സാറ്റിൻ ക്യൂന്ന് അടിക്കുന്ന സമയത്ത് സാറ്റിൻ ക്യൂന്റെ എന്താണോ ഉള്ളത് അത് ലോഡ് ചെയ്ത് വരും. അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ആഡ് ടു കാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇനി വേറൊരു സെർച്ച് ഇതാണ്, നമ്മളിവിടെ ഒരു പെൺകുട്ടീനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, ഒരു പേഴ്സണൽ സെക്രട്ടറി ആയിട്ട്. നമ്മൾ സാധാരണ എന്തെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ അപ്ലൈനെ വിളിക്കും, അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് സംശയങ്ങൾ തീർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു പെൺകുട്ടീനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടീൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മഴയാണ്, അതുകൊണ്ട് ചിലപ്പോൾ സ്ലോ ആവും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വെർച്വൽ അസിസ്റ്റന്റ് ആണ്. നമുക്ക് എന്തെങ്കിലും
പ്രോഡക്റ്റുമായിട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റിലുള്ള ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഇവിടെ നമുക്ക് അന്വേഷിച്ച് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഓപ്പൺ ആയി വരും. സ്റ്റാർട്ട് കൊടുക്കുക. എന്താണോ സംശയം എന്നുള്ളത് കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് സംശയങ്ങൾ ഇവിടെ വരും. അതിൽ ആ സംശയങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇനി അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസുകൾ കിട്ടും. കുറച്ച് പാടാണ്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാക്കാം, ഒരു പർച്ചേസ് ഒരു സിംഗിൾ ഓർഡർ ആണെങ്കിൽ ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ ലോഗിൻ ചെയ്യുന്നു, ആഡ് ടു കാർട്ട് എന്ന് കൊടുക്കുന്നു, അത് നേരെ കാർട്ടിലേക്ക് പോകും. ഇനി അതല്ല, നിങ്ങളുടെ താഴത്തുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ഗ്രൂപ്പ് ഓർഡർ ആണെങ്കിൽ ഇവിടെ പ്രോഡക്റ്റിൽ ക്രിയേറ്റ് ഗ്രൂപ്പ് ഓർഡർ എന്ന് കൊടുക്കുക. നിങ്ങളുടെ നേരിട്ടുള്ള പ്രോഡക്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ടു മൈ കാർട്ട് കൊടുക്കുക. ഇനി അതല്ല, നിങ്ങളുടെ താഴത്തുള്ള ഒരാളുടെ നമ്പറിലും കൂടി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓർഡർ എന്ന് കൊടുക്കുക. നിങ്ങളുടെ താഴത്തുള്ള ഒരാളുടെ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ ആളുടെ ലഭിക്കും. മഴ പെയ്യുന്നുണ്ട് ഇവിടെ, നല്ല ഇഷ്യൂ ഉണ്ടാവും. മഴയാണ്. അപ്പൊ ആഡ് ചെയ്തെടുക്കുക. നിങ്ങൾ തൊട്ട് താഴത്തുള്ള ആളുടെ നമ്പർ അടിക്കുക, ആരുടെ പർച്ചേസ് ചെയ്യേണ്ടത് അടിക്കുക, സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആളെ പേര് കാണിക്കും. നമ്പർ ഓർമ്മയില്ല, എടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളെ നമ്പർ, ഒരു മിനിറ്റ്, ഒരാളെ നമ്പർ എടുക്കട്ടെ. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആളെ പേര് വരും. നിസാർ. ഇവിടെ ആഡ് കൊടുക്കുക. അപ്പോൾ ആള് ഇവിടെ പേര് അയക്കും വരും. ഇവിടെ ടിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് ടു കാർട്ട് എന്ന് കൊടുക്കുക. അതായത് ആളെ നമ്പർ ഇവിടെ സെർച്ച് ചെയ്യുന്നു, ആളെ പേര് വന്നു, ആ ആളെ ടിക്ക് ചെയ്തു. നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത സാറ്റിൻ ക്യൂ ഷാമ്പു ആയിരുന്നു കാണിക്കുന്നത്. ആഡ് ടു കാർട്ട് കൊടുക്കുക. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അതാണ് കുറച്ച് കൂടുതലായിട്ട് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യം, എങ്ങനെ 2-3 ആളുടെ പേരിൽ വാങ്ങിക്കാൻ പറ്റുന്നത്. പിന്നെ പേയ്മെന്റ് നടത്തുന്നതാണ്. പേയ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ഫസ്റ്റില് ആഡ് ചെയ്തിട്ടുള്ള അഡ്രസ് ഇവിടെ കാണിക്കും. ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കിക്ക് ഷോപ്പ് എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഒരു സാധനം കൂടി നിങ്ങൾക്ക് ആഡ്, എന്താണോ പ്രോഡക്റ്റ് അവിടെ സെലക്ട് ചെയ്യുക, സെർച്ച് ചെയ്യുക, PC നമ്പർ അടിക്കുക, നേരെ ആഡ് ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്കും ആഡ് ചെയ്യുന്നുണ്ടാവും. അതും ഒരു സൗകര്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതിനകത്ത് വരുന്നത്. എല്ലാം കഴിഞ്ഞു, ആഡ് ചെയ്തു, ഇതിലേക്ക് വന്നു, സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇന്ന ആൾക്ക് ഇന്ന ആഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ കുറച്ച് നമ്പറുകൾ ഇവിടെ വന്നിട്ടുണ്ട്, അതിൽ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴത്ത് നിസാർ എന്ന് പറഞ്ഞ ആളുടെ നമ്പറിൽ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു സാറ്റിൻ ക്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കോവിഡ് ആയതുകൊണ്ട് നമ്മളൊരു 10 രൂപ പ്രധാനമന്ത്രിന്റെ ഇതിലേക്ക് 10 രൂപ നമ്മൾ സമയം കൊടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു 10 രൂപ അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ പ്രൊസീഡ് ടു ബൈ കൊടുക്കുക. നമുക്ക് എന്തായാലും ഒരുപാട് പൈസ കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഇടയിൽ ഒരു 10 രൂപ നമ്മൾ ഒരു ചാരിറ്റി ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കോൺട്രിബ്യൂഷൻ ആണ്. പ്രൊസീഡ് ടു ബൈ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോകും. നെക്സ്റ്റ് പേജ് ഇതിന്റെ മൊത്തം ടാക്സ് എല്ലാം കൂട്ടിയിട്ടുള്ള എമൗണ്ട് കാണിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ പേയ്മെന്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് കാർഡ് സെലക്ട് ചെയ്യാം, നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ UPI സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഫോൺ പേ, ഗൂഗിൾ പേ ഇതൊക്കെ സെലക്ട് ചെയ്യാം. നല്ലത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഒരു കാര്യം ചോദിച്ചാൽ എല്ലാവരും ഗൂഗിൾ പേയും
ഫോൺ പേ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത് എന്ന് വെച്ചാൽ അതില്ലാതെ ഒരു ഫോൺ പേ അക്കൗണ്ട് എടുക്കുക, ഗൂഗിൾ പേ അക്കൗണ്ട് സെറ്റ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ ഒരു കാർഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കാർഡിന്റെ 14 നമ്പർ അടിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല എൻ്റെ ഡേറ്റ് അടിച്ച് ബാക്കിലത്തെ നമ്പർ അടിച്ച് ഇതൊക്കെ അടിക്കുന്ന സമയത്ത് കുറച്ച് സമയം എടുക്കും. അതിന് എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഫോൺ പേന്റെ അല്ലെങ്കിൽ ഗൂഗിൾ പേന്റെ UPI നമ്പർ ഉപയോഗിച്ച് തന്നെ ഡയറക്റ്റ് പേയ്മെന്റ് നടത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ചെയ്യാൻ പറ്റും. ഇനി പിന്നെ റിസോഴ്സ് ആൻഡ് ഡൗൺലോഡ്സ് ആണ്. റിസോഴ്സ് ആൻഡ് ഡൗൺലോഡ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രോഷറുകൾ അതേപോലെ തന്നെ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രൊഡക്റ്റിന്റെ ബ്രോഷറുകൾ, PDF ആയിട്ടുള്ള ബ്രോഷറുകൾ എടുക്കാനുണ്ട്. ഇതൊക്കെയാണ് ഏകദേശം എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഏകദേശം ആയി എന്ന് തോന്നുന്നു. ഹലോ ഹലോ, ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പേർക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ ചോദിക്കാം. ഒരു മിനിറ്റ്. ഒന്ന് അൺമ്യൂട്ട് ആക്കി കൊടുക്കട്ടോ. അൺമ്യൂട്ട് ചെയ്തു. എല്ലാവരും ഇപ്പൊ അൺമ്യൂട്ട് ആണ്. നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ അൺമ്യൂട്ട് ചെയ്യാം. യാസർ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. യാസിർ, ഷിനു ആണ്. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ഇനിഷ്യേറ്റീവ്, നല്ല ക്ലാസ് ആയിരുന്നു. എന്റെ ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു 3-4 പേർക്ക് ഓർഡർ ചെയ്തിട്ട് പല വ്യത്യസ്തമായ സ്ഥലങ്ങളിലായിരിക്കും. അവരെ കൊണ്ട് എങ്ങനെ പേയ്മെന്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ് എന്റെ ഡൗട്ട്. ആംവേയിലേക്ക് ഡയറക്റ്റ് ഓഫീസിലേക്ക് പേയ്മെന്റ് ചെയ്യിപ്പിക്കണോ, അതെ അവർക്ക് വേറെ അക്കൗണ്ട് വഴി എങ്ങനെ ആ പേയ്മെന്റ്, അവരുടെ പേയ്മെന്റ് ആംവേയിലേക്ക് എങ്ങനെ പോകണം, അതൊന്ന് പറഞ്ഞു വളരെ ഉപകാരമായിരിക്കും. 2-3 സ്ഥലത്തേക്കുള്ള ഓർഡർ ഒറ്റ ഓർഡർ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ അഡ്രസ്സിലേക്കാണ് സാധനങ്ങൾ വരിക. ഇപ്പോൾ എനിക്കൊരു PC ഉണ്ടെങ്കിൽ ആ ഒരു PC തൃശ്ശൂർ ആണെങ്കിൽ ആ PCയുടെ നമ്പറിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുക, പേയ്മെന്റ് നടത്താം. അതിന് 2 ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവരെ കൊണ്ട് പൈസ ഇടിപ്പിക്കാം, എന്നിട്ട് നമുക്ക് പേയ്മെന്റ് നടത്താം. ഇനി നമ്മൾ ഓഫീസിലാണ് ഉള്ളതെങ്കിൽ ഓഫീസിൽ ഇതേപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് നടത്തിച്ചിട്ട് അവിടെ നിന്ന് നമ്മളെ കാർഡ് വെച്ചിട്ട് ഓഫീസിൽ നിന്ന് അവരുടെ അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യുക, ഓർഡർ വെബ് ഓർഡർ ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ആംവേന്റെ ഓഫീസിലേക്ക് പൈസ ഇടുന്ന ഒരു സംവിധാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുമ്പ് ഉണ്ടായിരുന്നു. പേ ടൈം ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതിപ്പോ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. ഇനി അല്ലെങ്കിൽ ആംവേന്റെ ഓഫീസിലുള്ള ആളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അവരെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കേണ്ടി വരും. മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് മാഡ്. ഈ ഇമെയിൽ ഓൾറെഡി കൊടുത്തുള്ള മെയിൽ ID ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും? നിലവിൽ കൊടുത്ത ഇമെയിൽ ID ചേഞ്ച് ചെയ്യാൻ കസ്റ്റമർ കെയറിൽ വിളിക്കണം. കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അവരോട് പറയാ എനിക്ക് ഇമെയിൽ ID ചേഞ്ച് ചെയ്യാനുള്ളതാണ്. പക്ഷെ വിളിക്കുന്ന ആള് ഇവിടെ 2 ഓപ്ഷൻ കാര്യം ചോദിക്കുന്ന വെച്ചാൽ, ഒന്ന് അവര് നമ്മളെ ABO നമ്പർ ചോദിക്കും, ആദ്യം വെരിഫൈ ചെയ്യും ഇന്നയാളാണ് വിളിക്കുന്നത് എന്നുള്ളത് വെരിഫൈ ചെയ്യും. ആ സമയത്ത് എൻ്റെ തന്നെയാണെങ്കിൽ അവര് ഡയറക്റ്റ് അവര് മാറ്റിത്തരും. ഇനി അതല്ല വേറൊരാളുടെ നമ്പറിൽ വേണ്ടിയിട്ട് നമ്മൾ ഇമെയിൽ ID ചേഞ്ച് ചെയ്യാൻ പറയുന്നതെങ്കിൽ അവര് കസ്റ്റമർക്ക് അല്ല, അവരെ നമ്മുടെ ആരാണോ മാറ്റേണ്ടത് അവരെ കോൺഫറൻസ് കോളിൽ ഇടാൻ പറയും. കാരണം അവരെ വെരിഫൈ ചെയ്യണം, അവരെ കൊണ്ട് സമ്മതം വാങ്ങിപ്പിച്ചിട്ട് മാത്രമാണ് അത് ചെയ്യുള്ളൂ. ഇവിടെ